നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം. 2025 ഏപ്രിൽ 14 മുതൽ 2026 ഏപ്രിൽ 13 വരെയുള്ള വിഷുഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. മീനൻ രാശി, പൂരുരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ ചേരുന്ന മീനൻ രാശിക്കാരുടെ വിഷുഫലം എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് ജന്മശനി ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. വ്യാഴക്ഷേത്രമായ മീനത്തിൽ ശനി വരുന്നതിനാൽ ജന്മശനിക്ക് അത്ര വലിയ കാഠിന്യമൊന്നും ഉണ്ടാകില്ല. ജനനകാല ജാതകവും ദശാഭുക്തിയും അനുകൂലമായിട്ടുള്ളവർക്ക് ശനിയെ പേടിക്കേണ്ട കാര്യമേ ഇല്ല. എന്നാലും ചിലർക്ക് ഒറ്റപ്പെട്ടു വന്ന തോന്നലുണ്ടാകാം, മനോവേദന ഉണ്ടാകാം, വിചാരിച്ച കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന തോന്നാം, ചെയ്യാത്ത കാര്യങ്ങൾക്കും പറയാത്ത കാര്യങ്ങൾക്കും കുറ്റം കേൾക്കേണ്ടതായി വരും. 50 വയസ്സിന് മേൽ പ്രായമുള്ളവർക്ക് ഈ ജന്മശനി വലിയ ബുദ്ധിമുട്ടുകളൊന്നും തരില്ല. തൊഴിൽ, ജോലി, ബിസിനസ് ഇവയൊക്കെ നന്നായിരിക്കും. കടം കുറയും. മക്കളുടെ വിവാഹം നടക്കും. വാഹനമോ വീടോ വാങ്ങാൻ സാധിക്കും. യാത്രകൾ ഉണ്ടാകും, പ്രത്യേകിച്ച് തീർത്ഥയാത്രകൾ. രോഗദുരിതങ്ങൾ ഉണ്ടെങ്കിലും അവ കുറയും. വിദഗ്ധ ചികിത്സകൾ നിങ്ങൾക്ക് ലഭിക്കും. ഇനി ചെറുപ്പക്കാരായവർക്ക് ശനി ചില പരീക്ഷണങ്ങളും നൽകും. കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് ശനിയെക്കുറിച്ച് അറിയാനേ കഴിയില്ല. ചീത്ത കൂട്ടുകെട്ടുകളിൽ പെടാതിരിക്കുക. പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല. സാമ്പത്തിക കാര്യങ്ങളിൽ സൂക്ഷിക്കുക. എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. രേഖകളിൽ ഒപ്പുവയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക. പുതിയ സംരംഭങ്ങളിലൊന്നും ഏർപ്പെടാതിരിക്കുക. ഉള്ള ജോലി നഷ്ടപ്പെടുത്താതിരിക്കുക. നഷ്ടപ്പെടുത്തിയാൽ പുതിയ ജോലി കിട്ടാൻ വളരെയധികം പ്രയാസപ്പെടും. ജനനകാല ജാതകവും ദശാഭുക്തിയും അനുകൂലമായിട്ടുള്ളവർക്ക് സ്വത്ത് വകകൾ വാങ്ങാൻ സാധിക്കും. ബിസിനസ് അഭിവൃദ്ധി ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും. നേരത്തെ സൂചിപ്പിച്ച പോലെ നിങ്ങളുടെ ജാതക നിലയും ശനിയുടെ സ്ഥാനവും ദശാകാല ഭുക്തിയും അനുസരിച്ച് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. ഇത് ഒരു പൊതുഫലമാണെന്നുള്ള കാര്യവും ഓർക്കുക. എന്തായാലും മീനൻ രാശിക്കാർ വളരെയധികം പ്രയാസപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും കാണുന്നില്ല.